തിരിച്ചു പോവാണ് ട്രിപ്പ് കണ്ടിന്യൂ ആയിട്ട്. അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് കൂടി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ആനിമൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്യാമറ ഉള്ളോട്ടായിരുന്നല്ല ഗൈസ്. കാരണം ആനിമൽസിന് ഒരു പ്രോബ്ലം ആയിരുന്നു ക്യാമറ. കാരണം വീഡിയോ എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ വീഡിയോ എടുക്കാനായി പിന്നെ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ ഗൈസ്. പിന്നെ എല്ലാവരും ഉറങ്ങണം, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ഒന്നും ഇടാത്തത്. ഇപ്പോൾ എല്ലാവരും ഉറങ്ങണം ഗൈസ്. അപ്പോൾ ഉറങ്ങുന്നവർക്ക് ശല്യമാണ് ഗൈസ് ലേറ്റ്. അപ്പോൾ നമുക്ക് ലേറ്റ് ഇടാം, കാരണം മറ്റേ ലേറ്റ് ഓണാക്കി അവരറിയും. അപ്പം ട്രാഫിക്കാണ് ഗൈസ്. അപ്പം നമുക്ക് ഏതാണ്ട് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇനി വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ട് തന്നെ മീഡിയം ലെവലിൽ എത്തിയിട്ട് ഞാൻ വീട്ടിൽ എന്നാണ് എനിക്ക് പറയാൻ ഗൈസ്. പോലും കാണാത്ത അത്രയ്ക്ക് വലിയ മഴയായിരുന്നു. ഇപ്പം ജസ്റ്റ് പ്രശ്നമില്ലാതെ മഴ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് എണീച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞു അവസാനമായിട്ടല്ല ഒരു ചാട്ടട്ടെ പറഞ്ഞിട്ട് നമ്മളോട് ലൈറ്റൊക്കെ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോങ് ഇട്ടിട്ടുണ്ട്. പക്ഷേ സോങ്ങുകൾ കേൾപ്പിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സോങ്ങുകളെ കേൾപ്പിക്കാത്തത്. എന്തായാലും ആ വണ്ടി ഒന്ന് ഓവർടേക്ക് കാണിച്ച് നോക്കിയതായിരുന്നു ഗൈസ്. റോങ് വെച്ചാണ്ട് ഭയത്തിന് കാറാലും പ്രശ്നം ഉണ്ടാക്കാൻ പോലീസ് കണ്ട് തീർന്നു ഗൈസ്. അതോടെ ഇപ്പം നല്ല ചളിൻ്റെ നമ്മളെ വണ്ടിയിൽ. കാരണം റെയിനിൽ കൂടെ നമ്മൾ പഠിപ്പിക്കായിരുന്നു ഗൈസ് പോയിന്. അപ്പം ഏതായാലും ഒരു മിനിമം എത്തിയിട്ട് അടുത്ത വീട്ടിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഗ്ലാസ്സിൽ റെയിൻ വരുമ്പോൾ വൈപ്പർ നമ്മളെ ജസ്റ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. കാരണം വൈപ്പർ വരുമ്പോഴാണ് ലൈറ്റ് തരിക. അപ്പോൾ വൈപ്പറിൻ്റെ എന്തോ സംഭവം വെച്ചാൽ നമ്മളെ മോണിലെ ബോണറ്റും ഒക്കെ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഒരു സ്വിച്ച് നോക്കിയപ്പോൾ ആ ഒരു ബോണറ്റ് മുന്നിൽ അത് ഓപ്പൺ ആവും. അപ്പോൾ വൈപ്പർ അവിടെ ഓഫായി കിടക്കും. പക്ഷേ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ വൈപ്പർ ഓണിലായിരിക്കും ഗൈസ്. അതാണ് കാരണം വൈപ്പറിലാണ് നമ്മളെ ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗൈസ്. വൈപ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളെ ഗ്ലാസ് ഹീറ്റാവും. അതാണ് പ്രശ്നം. പിന്നെ ഒരു വല്ലാത്ത സൗണ്ടായിരിക്കും ഗൈസ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ആ ഒരു സ്പോട്ടിലെത്തിയിട്ട് ഞാൻ കാണിക്കാം. കാരണം ഇപ്പം അങ്ങനെ വീഡിയോ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയാണെന്ന് നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും, ലെങ്ത്ത് കൂടുകയും ചെയ്യും ഗൈസ്. അപ്പം ചിലപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയില്ല, അത്രയ്ക്ക് ലെങ്ത്ത് ആയാൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അവസാനം നമ്മളെ വ്യൂ പോയിൻ്റ് അവസാനം നമ്മൾ അവരെ പിക്ക് ചെയ്ത് കൊടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അവരെ അവിടെ ഇറക്കി വിട്ടണം. അപ്പം അവരെല്ലാവരും സാഡാണ് ഗൈസ്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമ്മൾ വണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതുമില്ല. പിന്നെ നമ്മൾ ദീപ് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്റ്റിൽ വന്ന് ദീപ് ചേട്ടൻ ടീമിനൊക്കെ അവിടെ ഇറക്കി വിട്ടാണ്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പം ചെറിയ ഡാമേജ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ആദ്യം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദീപ് ചേട്ടൻ. കണ്ട വയസ്സ് ലൈറ്റിൻ്റെ ഇവിടെ കത്തുന്നില്ല. അപ്പോൾ ആ ദീപ് ചേട്ടൻ പ്രശ്നമല്ല, ഞാൻ ആദ്യം എല്ലാതാണ് ഇപ്പം ഉണ്ട് റിപ്പയറിങ് ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആരില്ലാത്തതുകൊണ്ട് ആ ടൈപ്പില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ പോയി തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദീപ് ചേട്ടൻ. പിന്നെ ദീപ് ചേട്ടൻ നമ്മളെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ പൊടിയാണ്, ഇപ്പോൾ വാഷിന് കയറ്റണം. അപ്പോൾ ആൾക്കാരെ ആദ്യം ഇറങ്ങട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇറങ്ങി നമ്മളെ ബസ് ആയിട്ട് അടുത്ത് വരികയാണ്. എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഇന്ത്യൻ ബസ് സിമുലേറ്ററാണ്. അപ്പം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അവസാനിച്ച് ഇനിയും ഫുള്ള് ഇന്ത്യൻ ബസ് സിമുലേറ്റർ ആയിരിക്കും ഗൈസ്. കാരണം ഇപ്പോൾ ഇന്ത്യയിലെല്ലാവരും ഇപ്പോൾ ഇന്ത്യൻ ബസ് സിമുലേറ്ററാണ് കളിക്കുന്നത്. ആരും ബസ് സിമുലേറ്റർ ഇപ്പോൾ കളിക്കുന്നില്ല എന്നാണ് ഞാൻ ഗൈസ്. ഞാൻ വൈറ്റ് വരെ ഇന്ത്യൻ ബസ് സിമുലേറ്ററാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പം നമ്മൾ ഷെഡൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ പുതിയ ഷെഡ്. അപ്പോൾ അത്യാവശ്യം മെയിൻ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പൊറിച്ച് നിർത്തിക്കുക. പിന്നെ സാധാ വണ്ടികളൊക്കെ ഔട്ട് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളെ പോർച്ചൊക്കെ നമ്മളെ മെയിൻ വണ്ടിയായി നമ്മളെ സോണിക്കിനെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങിയിട്ട് തന്നെ കാഴ്ചകളൊന്ന് കാണിച്ച് തരാം ഗൈസ്.
പുറത്തിറങ്ങിയാൽ ഇവിടെ നമുക്ക് ഒരു മൂന്നാല് ഇവിടെ ഒരു ബസ് നിർത്തിയേക്കാം, ഇവിടെ ഒരു ബസ് നിർത്തിക്കാം, ഇവിടെ ബസ് നിർത്തിക്കാം, പിന്നെ അവിടെ ഒരു ബസ് നിർത്തിക്കാം. അപ്പോൾ എത്ര ബസ് നമുക്ക് കറലി ഉണ്ടെങ്കിൽ അത്രയും ഇവിടെ വെക്കാനുള്ള ഒരു സ്പേസ് ഷെട്ടിനുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഗൈസ്. മഴൻ്റെ സീനാണ്, ഒരു ബസ്സിനും മഴക്കൊരു പ്രശ്നമില്ല ഗൈസ്. ഇൻറ്റീരിയറിലേക്ക് ലീക്കേജ് ഇല്ലാത്തൊരു ഇഷ്യൂ ഉണ്ട്, അപ്പം ഒരു പ്രശ്നമില്ല ഗൈസ്. ഇതാണ് നമ്മളെ സോണിക്കിൻ്റെ കറലി ലുക്ക്. അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ലുക്കൊക്കെ വേണം ചേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം വണ്ടിയുടെ ലുക്ക് പോരാന്നുണ്ടെങ്കിൽ. കറലി വണ്ടീൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. വലിയ ലുക്ക് പോരാ, വേറെ ടൈപ്പ് ലുക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. കടലാസിൽ കണക്കിന് കായ് വരും